സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായി നടക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഡിസംബർ 9-നാണ് വോട്ടെടുപ്പ്. ബാക്കിയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21-ആണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24-ആണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 നവംബർ 21 വെള്ളി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി 2025 നവംബർ 22 ശനി. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി, വിഡ്രോവലിനുള്ള അവസാന തീയതി 2025 നവംബർ 24 തിങ്കൾ. ആവശ്യമുള്ള പക്ഷം ജില്ലകളിൽ വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള തീയതി 2 ഘട്ടമായിട്ടാണ് ഇത്തവണ പോളിംഗ് നടത്തുന്നത്. കഴിഞ്ഞ തവണ അത് 3 ഘട്ടമായിരുന്നു. അത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ 3 ഘട്ടമായിരുന്നു. ഇത്തവണ 2 ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. വോട്ടെണ്ണൽ നടത്തുന്നത്, കൗണ്ടിംഗ് 2025 ഡിസംബർ 13 ശനിയാഴ്ചയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വാർത്താ സമ്മേളനം 12 മണിക്കാണ് ആരംഭിച്ചത്. അല്പം മുമ്പാണ് വാർത്താ സമ്മേളനം അവസാനിച്ചത്. വാർത്താ സമ്മേളനത്തിലാണ് വളരെ സുപ്രധാനമായ ഈ വിവരങ്ങൾ പുറത്തു വന്നത്. അദ്ദേഹം വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. 9-നും 11-നുമായി 7 ജില്ലകളിൽ വീതം തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ ചേരുകയാണ്. ഷീജ, ഏതാണ്ട് ഒരു മാസക്കാലത്തോളം പ്രചാരണത്തിന് ഇന്നു മുതൽ തന്നെ എന്ന നിലയിൽ നിൽക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളും ഒക്കെ രംഗപ്രവേശം ചെയ്തു. സീറ്റ് ചർച്ചകളൊക്കെ നടന്നു വരുന്നു. മുന്നണികൾ അതുമായി ബന്ധപ്പെട്ട അന്തിമഘട്ട ഒരുക്കത്തിലായിരുന്നു. ഏതാണ്ട് ഒരു മാസക്കാലത്തോളം പ്രചാരണ ചൂടിലേക്ക് പോകുന്നു കേരളം, അല്ലേ? തീർച്ചയായും ശരത്ത്, ഏതായാലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിനി കൃത്യമായ രീതിയിൽ ഒരു മാസം മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാകുന്ന ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും. ഡിസംബർ 20-ന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കേണ്ടതുണ്ട്. ഡിസംബർ 20-ന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ 2 ഘട്ടങ്ങളിലായി, അതായത് ഡിസംബർ 9-ന് ആദ്യഘട്ടം, അത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ 9-ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അതിനുശേഷം 2-ാം ഘട്ടം ഡിസംബർ 11-നാണ്. 2-ാം ഘട്ടത്തിൽ ശേഷിക്കുന്ന മറ്റ് 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അതിനുശേഷം ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഷീജ, ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകരോടാണ് ഓരോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോൾ കേരളമാകെയുള്ള ഓരോ മേഖലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും കണക്കുകളാണ് ഇതിലുള്ള. ജില്ല തിരിച്ചുള്ള കണക്കുകളുണ്ട്, അതുപോലെ സംസ്ഥാനമാകെയുള്ള കണക്കുകളുണ്ട്. തിരുവനന്തപുരത്തെ ഒരു പൊതുചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. മുനിസിപ്പാലിറ്റികൾ ആകെ 13. ഇപ്പോൾ LDF 5ആണ്. MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ് കൂടുതലായി ജയിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് എന്ന നിലയിലാണ് പറഞ്ഞത്. കോർപ്പറേഷൻ നോക്കിയാൽ ഇപ്പോൾ ഓരോ സ്ഥലത്തെയും അത്തരം വിവരങ്ങൾ വരികയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ട് തന്നെ ഷീജയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഷീജ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. 9, 11, 7 ജില്ലകൾ വീതം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 9-നും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ 11-നും 13-ന് വോട്ടെണ്ണൽ എന്നുള്ളതാണ് തീരുമാനം. ഇപ്പോൾ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ തീയതികൾ ആ നിലയിലാണ് വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ സമർപ്പണം, അതുപോലെ തന്നെ അതിൻ്റെ സൂക്ഷ്മ പരിശോധന, അതുപോലെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കൽ. കാരണം പലയിടത്തും ഈ അവസാന ഘട്ടം വരെയും പലതരത്തിലുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ചൊക്കെ വലിയ തോതിൽ ആശയക്കുഴപ്പം നിൽക്കും. റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്ന നിലയുണ്ടാകും. ഒരു വാർഡിൽ തന്നെ ഒന്നിലധികം മുന്നണി സ്ഥാനാർത്ഥികൾ എന്ന നില വരും. ഇപ്പോഴും പലയിടത്തും ഘടകകക്ഷികളുടെ എതിർപ്പുകൾ നിലനിൽക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സീറ്റ് കോൺഗ്രസ് എടുത്തതിനെ തുടർന്ന് ഏതാണ്ട് 25ഓളം സീറ്റുകളിൽ അവർ മത്സരിക്കുന്ന സാഹചര്യം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പലരും. ഇപ്പോൾ കോഴിക്കോട് ആ നിലയിൽ നിൽക്കുന്നു. CMPക്ക് സീറ്റ് കൊടുത്തതിലുള്ള മുറുമുറുപ്പ് കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നത്, അതിൻ്റെ സൂക്ഷ്മ പരിശോധന, അതുപോലെ തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം, ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വിശേഷിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഷീജ.
തീർച്ചയായും ശരത്, ഇതിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മുറയ്ക്ക് തന്നെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങാവുന്നതാണ്. ഇനിയിപ്പോൾ പിൻവലിക്കാനുള്ള, അതായത് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 21 ഈ പത്രികകളുടെ സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തൊട്ടടുത്ത ദിവസം തന്നെ നവംബർ 22 നടക്കുന്നതായിരിക്കും. അതേസമയം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 24 ഈ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം 2 ഘട്ടമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ 9 ഡിസംബർ 11 നടക്കും. വോട്ടെണ്ണൽ നടക്കുക ഡിസംബർ 13 അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 18 20 പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കുന്നു. ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു നടപടിക്രമങ്ങൾ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തെ ആകെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എവിടെയൊക്കെ എന്നതിന്റെ ഒരു ചുരുക്കം കൂടി ഞാൻ പറയാം. അതായത് ആകെ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ വാർഡുകൾ എന്ന് പറയുന്നത് 23,576 വാർഡുകളാണ്. നഗരസഭകളാകട്ടെ 6 നഗരസഭകളിലായി 421 വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മുനിസിപ്പാലിറ്റികൾ 86 മുനിസിപ്പാലിറ്റികളിലേക്കായി 3205 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകൾ 14 ജില്ലാ പഞ്ചായത്തുകളിലായി 346 വാർഡുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 2267 വാർഡുകളിലേക്കും അതോടൊപ്പം തന്നെ 941 ഗ്രാമപഞ്ചായത്തുകളിലായി 17,337 വാർഡുകളിലുമായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നതും. ശരത്, ശരി, ഷീജയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ആ തീയതികൾ സംബന്ധിച്ച, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതികൾ സംബന്ധിച്ച വിവരങ്ങളാണ്